നമസ്കാരം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണയും ഒഴിച്ചിടണോ അതോ പ്രതിപക്ഷത്തിന് നൽകണോ എന്നത് സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് അംഗങ്ങളും. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ താൽപര്യമില്ല എന്ന് എൻഡിഎയിലെ പ്രബല കക്ഷികളായ ടിഡിപിയും ജെഡിയുവും ഇതിനോടകം തന്നെ മോദിയെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് ബിജെപി തന്നെ കൈവശം വയ്ക്കില്ല എന്ന് തീർത്തു പറയാനാകില്ല എന്നുകൂടി പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിന് നൽകിയേക്കുമെന്നുള്ള വാദവും അവിടെ ശക്തമാണ്. സഭാ നടത്തിപ്പിൽ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയെ പങ്കാളിയാക്കുന്നതിന്റെ വരും വരായികകൾ വിലയിരുത്താൻ വേണ്ടി തന്നെയാണ് മോദിയുടെ നേതൃത്വത്തിൽ നിർണായകമായ യോഗങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷത്തിന് പദവി ലഭിക്കുമെങ്കിൽ തങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനമുള്ള കോൺഗ്രസ് മറ്റൊരു ഭരണഘടനാ പദവി കൂടി വേണമെന്ന് നിർബന്ധം പിടിക്കുമോ അതോ ഈ ഇന്ത്യ മുന്നണിയിലുള്ള രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് നൽകുമോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവിക്കായി തൃണമൂൽ കോൺഗ്രസുമായി സമാജ്വാദി പാർട്ടി ഇടയാനുള്ള സാധ്യതയും വിദൂരത്തല്ല ഉള്ളത്. അതേസമയം സ്പീക്കർ ഓം ബിർള ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്ന നിലപാടെടുത്തു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്ന് കഴിഞ്ഞ സഭയുടെ കാലത്ത് തന്നെ സ്പീക്കർ സർക്കാരിനോട് പലതവണ പറഞ്ഞു എന്നാണ് സൂചന. എന്നാൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം അദ്ദേഹം ഒരു പരസ്യ നിലപാട് എടുത്തിരുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ സ്പീക്കർ രാജിവെച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഈ ഭരണ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം ഭരണഘടന അനുസരിച്ച് സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. വരും മണിക്കൂറുകളിൽ തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.